അവർക്കും അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ, ഇപ്പം പിടിയിലായവരും അറസ്റ്റിലായവരും ഒക്കെ. അവരൊക്കെ ഇതൊക്കെ ഒന്ന് അറിയട്ടെ. കുഞ്ഞിനെ എത്രയോളം ഉപദ്രവിച്ച അതും അവരുടെ മക്കളുടെ വായിൽ നിന്ന് കേൾക്കണം. അവര് ഏതൊരമ്മയ്ക്കും ദേഹത്ത് തൊടാൻ പോലും പറ്റില്ല ഒരു കൊച്ചിന്. അവനെ നല്ല ആർക്കും നമുക്ക് അടിക്കാൻ പറ്റൂല. തൊടാൻ വീട്ടിലൊരു കാര്യം അടിക്കാൻ പോലും പറ്റൂല. ഇതൊക്കെ കേൾക്കുമ്പോൾ ആ പേരൻസ് ഇതൊക്കെ അറിയട്ടെ, മക്കൾ ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്തു. സിദ്ധാർത്ഥിനുണ്ടായ ഒരു അനുഭവം ഇനി കേരളത്തിലെ മറ്റൊരു വിദ്യാർത്ഥിക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ പ്രതികൾക്കെതിരെ കൂടുതൽ കടുത്ത വകുപ്പുകൾ ചുമത്തണമെന്ന ഒരു ആവശ്യമുണ്ടല്ലോ കുടുംബത്തിന്. അതൊക്കെ നേരായ വഴിക്ക് പോകുന്നു എന്നെനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞൂടാ. നിയമപരമായ കാര്യങ്ങളൊക്കെ ഹസ്ബൻഡും ബ്രദറും കൂടെയൊക്കെ തീരുമാനിക്കും. പിന്നെ എന്തായിരുന്നാലും ഞങ്ങള് ഇതിന്റെ ബേക്കിൽ നിന്ന് എപ്പോഴും ഉണ്ടായിരിക്കും. ഇതിലൊരു നീതി കിട്ടുന്നത് വരെ. അതിൽ കണ്ടുനിന്ന കുട്ടികൾ വരെ എന്റെ മുന്നിൽ കണ്ടുനിന്ന കുട്ടികൾ വരെ കുറ്റക്കാരാണ്. ആർക്കെങ്കിലും ഇത്രയും മീഡിയാസുകളും എല്ലാം കമ്മ്യൂണിക്കേഷൻ ഇത്രയും ഡെവലപ്പായ സമയത്ത് ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആർക്കെങ്കിലും ഒന്ന് ചെയ്യായോ? ഒറ്റ ദിവസം കൊണ്ടല്ലല്ലോ. അപ്പോൾ ഈ കണ്ടുനിന്ന കുട്ടികൾക്ക് വരെ ഇതിൽ പങ്കുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇനി ആർക്കും വരാതിരിക്കാൻ ആ കുട്ടികൾക്കൊരു ധൈര്യം കൊടുക്കണം. എന്ത് കണ്ടാലും ആരെങ്കിലുമൊക്കെ അറിയിക്കാം. നമ്മുടെ കുട്ടിയായിരിക്കണം ലാസ്റ്റിലത്തെ കുട്ടി. അവസാനം ഇങ്ങനെ ഒരു പീഡനം അനുഭവിച്ച് കുട്ടി അവസാനത്തെ കുട്ടിയായിരിക്കണം. ആർക്കും ഇതൊന്നും സഹിക്കാൻ പറ്റൂല. ഞങ്ങൾ ഇത്രയൊക്കെ പിടിച്ചു നിൽക്കുന്നു.